കണ്ണൂർ കൊയ്യത്തും കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം വീണു. പാറക്കാടി സ്വദേശി മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. കുറുവയിൽ മതിലിടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, വീടിടിഞ്ഞുണ്ടായ അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ? വ്യാപകമായ ഈ പറഞ്ഞ മഴ ദുരിതം ഉണ്ടായോ അവിടെ? അരുൺ, അഷ്മി, കണ്ണൂർ ജില്ലയിൽ പലയിടങ്ങളിലായി ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങിങ്ങായി ചില പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂർ സിറ്റിയിലെ കുറുവയിൽ ഈ വീടിനോട് ചേർന്ന മതിലിടിഞ്ഞു വീണ് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ സൺഷെയ്ഡാണ് തകർന്നത്. ഉഷാജ്, ജാസ്മിൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് രാവിലെയാണ് ആ സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കൊയ്യത്തും ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. അത് വലിയ മരമാണ് വീടിന് മുകളിലേക്ക് വീണത്. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് വീട്ടിലുണ്ടായവർ ഓടി മാറുകയായിരുന്നു. വലിയ അപകടമാണ് ഒഴിവായത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ചില പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതായത് പലയിടങ്ങളിലും നിർത്താതെയുള്ള മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലും സമാന സാഹചര്യം. ഇന്നലെ രാത്രി മുതൽ തോരാതെയുള്ള മഴയുണ്ട്. നഗരമേഖലകളിലും മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയാണ് പൊതുവെ ജില്ലയിലാകെ സ്വീകരിച്ചു വരുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ്. അങ്ങനെ ഒരുപക്ഷെ വലിയ മഴ പെയ്ത ഒരുപക്ഷെ ആദ്യ ദിവസമാണെന്ന് എന്ന് പറയാം. പല സ്ഥലങ്ങളും അത്ര വ്യാപകമല്ലെങ്കിൽ കൂടിയും മരം വീണും ഒക്കെയുള്ള കാര്യമായ മഴ ദുരിതത്തിന്റെ വാർത്തകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തുനിന്നും വന്നു രാവിലെ മുതൽ.